എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിൽ കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് വലഞ്ഞ രോഗികളും കൂട്ടിരിപ്പുകാരും. രാവിലെ 10 മണി മുതൽ വെള്ളം കിട്ടുന്നില്ലെന്നാണ് പരാതി. ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ട്. രാവിലെ 10 മണി മുതൽ വെള്ളമില്ലാതെ ഞങ്ങൾ വലയുകയാണ്. ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഒരു മാർഗമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥ വരുന്നത് ഒരു ശോചനീയമായ ഒരു അവസ്ഥയാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു മാർഗം 10-17 പേഷ്യൻറ്റും അതിൻ്റെ പരിസ്ഥാനത്തും നല്ലവണ്ണം വലയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം ജില്ലാ ആശുപത്രിയിലെ കുടിവെള്ളമില്ലാത്തതിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മളോടൊപ്പം ആശുപത്രിയിൽ, ആലുവ ജില്ലാ ആശുപത്രിയിൽ രോഗിയോടൊപ്പം കൂട്ടിരിക്കുന്ന ഒരു ബൈസ്റ്റാൻഡർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. രാവിലെ മുതൽ വെള്ളമില്ലാത്ത സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? വെള്ളം വന്നു തുടങ്ങിയോ അതോ ഏത് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്? നമുക്ക് വെള്ളം വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ കുടിവെള്ളം മാത്രമല്ല, നമുക്ക് അടിസ്ഥാന കാര്യങ്ങൾ നടത്താൻ പോലുള്ള വെള്ളമില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്? നമ്മളിപ്പോ നഴ്സുമാരോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവര് ഒരുവിധം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്ക് മെയിലിലേക്ക് പറയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നാളെ വരുള്ളൂ എന്നാ പറഞ്ഞത്. നാളെ രാവിലത്തേക്കൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ഇത്ര നേരം പറഞ്ഞത് വൈകുന്നേരത്തിന് കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു നാളെ രാവിലത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. നാളെ രാവിലെ 8 മണി കഴിയുമെന്ന് പറഞ്ഞു. ആശുപത്രിയെ സംബന്ധിച്ച് ഒട്ടേറെ രോഗികൾ എത്തുന്ന സ്ഥലമാണ്. നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം രോഗികളാണ് ഉള്ളത്? ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും ഈ സമാനമായ സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? അതെ, നിലവിലെ എല്ലാ വാർഡിലും ഇതുപോലെ തന്നെയാണ്. പ്രസവം കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സർജിക്കൽ വാർഡിലാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന പേഷ്യൻസ് ഉണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ എന്റെ ബ്രദറിനെ വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. രാവിലെ മുതൽ വെള്ളമില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇതിന് ബദലായിട്ടൊരു മാർഗം ഒരുക്കിത്തരാൻ ഈ ആശുപത്രി അധികൃതരോ മറ്റോ തയ്യാറായിട്ടില്ല എന്ന് തന്നെയുണ്ടേ കരുതാൻ? അതെ, ചോദിക്കുമ്പോ വെള്ളമില്ല അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ജലവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് വെള്ളം ലഭിക്കാത്തത് എന്നല്ലേ ഇപ്പോൾ അതോറിറ്റി അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് പറയുന്നത്? അതിനാലാണ് വെള്ളം ലഭിക്കാത്തത് എന്നാണെന്നല്ലേ പറയുന്നത്? അതെ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം ഇല്ലാന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. ശരി, അതുതന്നെയാണ്. എന്തായാലും ആശുപത്രിയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് രോഗികൾ വലഞ്ഞ സാഹചര്യമാണുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിലും വെള്ളമില്ല. അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ എന്താണ് മാർഗം എന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒന്നും അതായത് ഞങ്ങളിപ്പോ ആകെ ചെയ്തത് മറ്റൊരു ഫിൽറ്ററിൽ ഒരു കുറച്ച് ബക്കറ്റിൽ കുറച്ച് വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നു വെച്ചു തൽക്കാലത്തേക്ക്. പക്ഷേ ഈ എല്ലാവരും അതുപോലെ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ വെള്ളമില്ലാത്ത ടോയ്ലറ്റിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൂടുതൽ മലിനമായി. അപ്പൊ നമുക്ക് ഒട്ടും തീരെ അത് നമ്മുടെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാഷ്റൂമേ, ടോയ്ലറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ റൂമിൽ ഇരിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. വാർഡിൽ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നത്. എല്ലാ പേഷ്യൻസും ഇപ്പൊ പുറത്തേക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ പുറത്ത് പോയിട്ട് നിൽക്കുക. അപ്പൊ തീരെ പറ്റാത്ത പേഷ്യൻസ് ആണ് ഈ കിടക്കുന്നത്. അത്രയും ശോചനീയകരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരാതികളിലേക്ക് കടക്കാൻ, ഇപ്പൊ നേഴ്സുമാരോടാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി അറിയിച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ തലപ്പത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ചോദിച്ചിരുന്നു, സൂപ്രണ്ടിന്റെ നമ്പർ ചോദിച്ചിരുന്നു. ഇവിടെ പല പേഷ്യൻസും ചോദിച്ചിരുന്നു സൂപ്രണ്ടിന്റെ നമ്പർ ഒന്ന് തരാനായിട്ട്, ബൈസ്റ്റാൻഡേഴ്സ്. പക്ഷെ അവര് തരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. നമ്പർ തരാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു വിവരം അങ്ങോട്ടേക്ക് അറിയിക്കേണ്ട എന്ന് തന്നെയാണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അല്ല, അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂപ്രണ്ടന്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ അവർക്ക് ലൈൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്.
ശരി, എന്തായാലും പ്രതികരിച്ചതിന് ഒട്ടേറെ നന്ദി. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് എത്തിക്കുന്നത്. എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിലാണ് കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള വെള്ളമില്ലാതെ രോഗികൾ വലയുന്ന സാഹചര്യം. കൂട്ടിരിപ്പുകാരും അതേ സമാന അവസ്ഥയിലാണ്. രാവിലെ 10 മണി മുതൽ വെള്ളം കിട്ടുന്നില്ല എന്നൊരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. മണിക്കൂറുകൾ ഇത്ര പിന്നിട്ടും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ്. എന്നാൽ ജല അതോറിറ്റിയുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം, എന്നാൽ അതിന് ബദൽ സംവിധാനം ഒരുക്കുക എന്ന കാര്യങ്ങളിലേക്ക് പോലും അധികൃതർ കടക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് പുറത്തേക്ക് വരുന്നത്. വിവരങ്ങളുമായി ആന്റണി ജോർജ് കൂടി ചേരുന്നുണ്ട്. ആന്റണി, ഒരു കൂട്ടിരിപ്പുകാർ കൂടി നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രി അധികൃതർ പോലും ഈ ഒരു 10 മണി മുതൽ കുടിവെള്ളം മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടുന്ന് ഇത്രത്തോളം മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും ഈ രോഗികൾക്ക് ബദൽ മാർഗമായ ഒരു സംവിധാനം, കുടിവെള്ളം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരു സംവിധാനം പോലും ഒരുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ രോഗികൾ അവിടെ, അല്ലെങ്കിൽ ആ രോഗികളുടെ ഒപ്പമുള്ള കൂട്ടിരിപ്പുകാർ, ആ രോഗികൾ തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. കേരള വിഷൻ ന്യൂസിലൂടെ അവർ ആ പ്രതികരണം, അവരുടെ ആ അവസ്ഥയാണ് നമ്മൾക്ക് മുന്നിലേക്ക് പറഞ്ഞത്. രാവിലെ 10 മണി മുതൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ആ രോഗി ആയിട്ടുള്ള ആ മനുഷ്യൻ നമ്മൾ പറയുന്നുണ്ട്, ഒരു ഗുളിക കഴിക്കാൻ പോലും ഉള്ള വെള്ളം അവിടെ കിട്ടുന്നില്ല. മാത്രമല്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത നിലയാണ് നിലവിലുള്ളത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം രാത്രി 10 മണിയാകുന്നു. നമുക്കറിയാം ഇത്രയും നേരമൊക്കെ വെള്ളമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വലിയ പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ആശുപത്രിയാണ്, അത് സർജിക്കൽ വാർഡ് അടക്കമാണ്. അത്തരത്തിലുള്ള രോഗികളാണ് അവിടെ കിടക്കുന്നത്. പ്രത്യേകിച്ച് രോഗങ്ങളുള്ള മനുഷ്യർക്കാവുമ്പോൾ വെള്ളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് കൃത്യമായി അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. വലിയ രീതിയിൽ ആ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ ബന്ധപ്പെട്ട് ഈ പരാതി പറയുകയും ചെയ്തിട്ടുള്ളത്. ഇത്രയും നേരമായി ഇത്തരം ഒരു പ്രശ്നമുണ്ടായിട്ട് അതിനൊരു ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളതിൽ വലിയ രീതിയിലുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. 10 മണിക്ക് ഇന്ന് വെള്ളം മുടങ്ങും എന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ബദൽ ക്രമീകരണം ഒരുക്കേണ്ടത് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ജല അതോറിറ്റി പകരം സംവിധാനം ഏർപ്പെടുത്തും, ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്നുള്ളൊരു കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ആലുവ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ രോഗികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കാണുന്ന വാർഡിൽ തന്നെ ഏതാണ്ട് 17ഓളം രോഗികളുണ്ട്, അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അവർക്ക് രാവിലെ മുതൽ ഈ കുടിവെള്ളത്തിനൊപ്പം തന്നെ ഈ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള വെള്ളം പോലും ബാത്റൂമുകളിലടക്കം ഇല്ല എന്നുള്ളതാണ്. ഇന്ന് ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ട് തന്നെ അതിനിടയിൽ ഇവിടെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വെള്ളം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെ ഇപ്പോൾ രോഗികൾ നേരിടുന്നു ആലുവ ജില്ലാ ആശുപത്രിയിൽ എന്നുള്ളതാണ് ആ വാർത്തയാണ് കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. ശരി, അതുതന്നെയാണ് എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിലാണ് കുടിവെള്ളമില്ലാതെ രോഗികളും കൂട്ടിരിപ്പുകാരും വലയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോൾ രാത്രി 10 മണിയാകുമ്പോൾ പോലും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ഗൗരവതരം. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.